എഫിന്റെ തകർക്കാൻ പറ്റാത്ത കോട്ടയെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ സൂത്രധാരൻ രവി മേഖലങ്ങാട്ടും പ്രതീക്ഷാക്കുകയുമാണ്. വിജയത്തെ ജനങ്ങളുടെ സ്നേഹത്തിനുള്ള വിജയം. എൻ്റെ പ്രദേശത്തെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മാതാപിതാക്കന്മാരുടെ, എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരുടെ, എൻ്റെ അനിയന്മാരുടെ ഒക്കെ സ്നേഹത്തിൻ്റെ വിലയായിട്ടാണ് വിജയത്തെ ഞാൻ കണക്കെടുക്കുന്നത്. എല്ലാവർക്കും നന്ദി. കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗമായി 3 തവണ പ്രവർത്തിച്ച് വൈസ് പ്രസിഡന്റ് എന്നതിൽ പ്രവർത്തിച്ച് ഒക്കെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരം എന്ന് മാത്രമേ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കല്ലുപ്പാറ ഡിവിഷനിൽ നിന്നും UDF കണ്ടക്റ്റായിട്ട് മത്സരിച്ച CP മാത്യു ആണ്. UDFിൻ്റെ ഒരു കെട്ടുറപ്പുള്ള പ്രവർത്തനമായിരുന്നു. UDFിൻ്റെ എല്ലാവരും UDFിന് ജയിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് UDFിന് വേണ്ടി കഷ്ടപ്പെട്ട ഒത്തിരി ആൾക്കാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ജില്ലയും ബ്ലോക്കും ഗ്രാമപഞ്ചായത്തും എല്ലാം നമുക്ക് കിട്ടി. കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് കിട്ടി, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടി, ജില്ലാ പഞ്ചായത്ത് കിട്ടി. ഇതെല്ലാം UDFിൻ്റെ കൂട്ടായ ഒരു പ്രവർത്തനമാണ്. ഒരു UDFിൻ്റെ നല്ല കഷ്ടപ്പെട്ട് ആൾക്കാർ ജോലി ചെയ്തിട്ട് പിന്നിൽ ഒത്തിരി പേരുടെ പ്രവർത്തനമുണ്ട്. അവരുടെ എല്ലാം പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു വിജയം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കുമ്പമല 6-ാം വാർഡ് തുച്ഛമായ വോട്ടിന്റെ ഭൂരിപക്ഷം അത് പിടിച്ചെടുത്ത് നിൽക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ ഫലം മാത്രമാണ് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ ജയമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം. കോട്ടയം പഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് മഞ്ജുഷയാണ്. 245 വോട്ടിന് കോട്ടയം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ നിന്ന് മത്സരിച്ചതാണ്. MK എന്നാണ് എൻ്റെ പേര്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. എൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയിലെ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എൻ്റെ വിജയം. പിന്നെ ആ പ്രവർത്തകരോടും ഞാൻ നന്ദി പറയുന്നു. ആ വാർഡിലെ എല്ലാ വികസന പദ്ധതികളും നിലയ്ക്ക് നിന്ന് ഏറ്റവും കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പാകുന്നു. വോട്ടർമാരോട് നന്ദി പറയുന്നു. കോട്ടാങ്ങ പഞ്ചായത്ത് വാർഡ് 7-ാം വാർഡ് സുമ. വലിയ വിജയമാണ് കാനിക്കാട് ജില്ലാ ഡിവിഷനിൽ എനിക്ക് ലഭിച്ചത്. എല്ലാ പഞ്ചായത്തുകളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരായുള്ള ഒരു വലിയ വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. ആ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കാനിക്കാട്, കോട്ടാങ്ങാൽ, പട്ടനാട്, എഴുമറ്റൂർ, മല്ലപ്പള്ളി, അയിരൂരിൻ്റെ ഒരു വാർഡടക്കം എല്ലാ മേഖലയിലും വലിയ പിന്തുണയാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതുപോലെ തന്നെ എല്ലാ വികസന കാര്യങ്ങളിൽ ജനകീയ പങ്കാളിത്തത്തോടെ വാർഡ് മെമ്പർമാരുടെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെയും പൂർണ്ണ സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് ആ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കുടിവെള്ളത്തിന് മുൻഗണന കൊടുക്കും. റോഡിൻ്റെ നവീകരണം, ഗ്രാമീണ റോഡുകളുടെ തകർച്ചയ്ക്ക് വേണ്ടി അത് പുനരുദ്ധരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലൊക്കെ തീർച്ചയായും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ 100% ആത്മാർത്ഥതയോടെ ഞാൻ ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുന്നു.
ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് പുല്ലൂത്തി ഭാഗം UDF സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. നല്ലൊരു വിജയം എനിക്കുണ്ടായി. ഇനിയൊപ്പം തുടർന്ന് അവരോടൊപ്പം ജനങ്ങളോടൊപ്പം തന്നെ നിന്ന് അവർക്കൊപ്പം നിന്ന് നല്ലൊരു പ്രവർത്തനം ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയൊരു ഭരണം ഏറ്റുവാങ്ങുമ്പോൾ എന്താണ് ചെയ്യാനുള്ളതെന്ന് തോന്നുന്നു? എന്താന്ന് ചോദിച്ചാൽ തുടർന്ന് ചെയ്ത പോലെയല്ല, അതിനെക്കാട്ടും ഒരുപടി മുന്നോട്ട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ശ്രദ്ധിക്കുക, മല്ലപ്പള്ളി ബ്ലോക്ക് സ്റ്റാൻഡിന് സ്ഥാനം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. സ്ഥാനാർത്ഥി ഷിജു മനോഹർ. ഞാൻ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പിൽ ബന്ധപ്പെട്ട് തന്നെ വിജയിക്കുന്നത് എനിക്കറിയാം. ഞങ്ങളുടെ മല്ലപ്പള്ളി പഞ്ചായത്തിലെ കിഴക്കേറ്റത്താണ് ഈ 7ാം വാർഡ്. ആ വാർഡിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് 10-40 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. അതിൻ്റെ ഭാഗമായിട്ട് CPM-ൻ്റെ മല്ലപ്പള്ളി താലൂക്കിൽ CPM നേതൃത്വം കൊടുത്തുകൊണ്ട് തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പ്രദേശത്തിന് മുഴുവൻ തൊഴിലാളികളാണുള്ളത്. ആ തൊഴിലാളികളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഇടത്തരക്കാരടക്കമുള്ള ആളുകൾ നമ്മളെ വിജയിക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ആ വിജയിപ്പിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെ സ്മരിച്ചുകൊണ്ട് നാടിൻ്റെ വികസനത്തിൽ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്ത മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി രേഖപ്പെടുത്തി. ജനാധിപത്യത്തിന്റെ വിജയമാണ്. സത്യത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും വിജയമാണ്. എല്ലാ വിഭാഗത്തിലെ ജനങ്ങളും എനിക്ക് അകമഴിഞ്ഞ് കിട്ടണമെന്ന് ജാതിമത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടിലെ 6ാം വാർഡിലെ ജനങ്ങൾ എല്ലാവരും എനിക്കൊപ്പം തിരിഞ്ഞ് നല്ലൊരു വിജയം എല്ലാവർക്കും നന്ദി. ഞാൻ കഴിഞ്ഞ 10 വർഷം 11ാം വാർഡ് മെമ്പറായിരുന്നു. അതിപ്പോൾ വിഭജന മന്ത്രം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങൾ എന്നൊരു പിന്തുണയാണല്ലേ? തീർച്ചയായിട്ടും ഈ വർഷം വരും വർഷങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും അല്ലേ? എല്ലാ വിജയ ആശംസകളും. 10 വർഷമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്താണ്. 25 വർഷം മുമ്പ് ഞാൻ ജനപ്രതിനിധിയായിരുന്നു. ആ സീറ്റാണ് ഞങ്ങൾ വൻതോതിൽ പിടിച്ചെടുത്തത്. സത്യസന്ധമായ പൊതുപ്രവർത്തനം നടത്തിയതിന് ജനങ്ങൾ നൽകിയ വലിയൊരു സ്വീകരണമാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ മല്ലപ്പള്ളിക്കും പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ സേവനങ്ങൾ ചെയ്തിട്ടുണ്ടോ വീണ്ടും അഴിമതിരഹിതമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കും. ഇതുവരെയുള്ളൊരു പാരമ്പര്യം അങ്ങനെ തന്നെയാണ്. എനിക്കും ഇന്ത്യൻ കോൺഗ്രസും UDF ഈ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് തുടർന്നു കൊണ്ടുപോകും. മല്ലപ്പള്ളിയുടെ പൊതുവായിട്ടുള്ള വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി മല്ലപ്പള്ളി ജനങ്ങൾ ഒന്നടങ്കം അതോടൊപ്പം നിൽക്കുന്ന തെളിവാണ് ഈ വിജയിച്ചിരിക്കുന്ന ആളാണ് ജീന. ഞങ്ങളുടെ ജീന കെ ചാക്കോ.
ആദ്യത്തെ വിജയമാണ്. നാടിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത്രയൊരു നല്ലൊരു വിജയം ഞങ്ങൾക്ക് ലഭിക്കാനുള്ള മെയിൻ കാരണം. ആദ്യം നന്ദി അറിയിക്കുകയാണ്. അതിനോടൊപ്പം എൻ്റെ വാർഡിലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകർ തന്ന ഒരു സ്നേഹ ഉപകാരമാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. എനിക്ക് തുടർന്നുള്ള ഈ 5 വർഷം എൻ്റെ വാർഡിന് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ടുണ്ട്. എന്നിൽ കഴിയാവുന്നതിനപ്പുറം ഞാൻ ആ ഒരു ആത്മാർത്ഥമായും അവരോടൊപ്പം കൂടെയുണ്ട്. എല്ലാ കാര്യത്തിലും ആ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്നുള്ളത് ഉറപ്പ് ഞാൻ നൽകുകയാണ്. കന്യ വിജയമാണ്. ഇല്ല, ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഈ വിജയം സ്വന്തം വാർഡിൽ തന്നെ നിന്നുകൊണ്ട്, അതായത് സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ട് അവരുടെ സപ്പോർട്ട് കൊണ്ട് ജയിച്ച ഒരു വിജയമായിട്ട് എല്ലാവരും നല്ല രീതിയിൽ നമ്മളോട് 7-ാം വാർഡിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആനക്കാട് ഭൂരിപക്ഷം കിട്ടി. 4ാം തവണ ഞാൻ കാരണം ഞാൻ ആനിക്കാട് പഞ്ചായത്തുകാർ തന്നെയാണ്. ജനിച്ചു വളർന്നതും ആനിക്കാട് പഞ്ചായത്തിൽ തന്നെയാണ്, കെട്ടിച്ചതും ആനിക്കാട് പഞ്ചായത്തിൽ തന്നെയാണ്. നിലവിൽ എന്നെ കെട്ടിച്ചിട്ട വാർഡായ 4ാം വാർഡിലെ നിലവിലെ മെമ്പറാണ്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ജനിച്ച വാർഡായ എൻ്റെ സ്വന്തം വാർഡായ 5-ലാണ് എൻ്റെ 4ാം വാർഡിൻ്റെ പ്രവർത്തനങ്ങളും പ്രസിഡന്റായിട്ട് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെയാണ് എൻ്റെ 5ാം വാർഡിലുണ്ട്. എൻ്റെ സ്വന്തം വാർഡിൽ ഞാൻ ആഗ്രഹിക്കുകയും അവർ തന്നെ സ്വന്തം അതെ, തീർച്ചയായിട്ടും എൻ്റെ ആനിക്കാടാണ്. എൻ്റെ ആനിക്കാടാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ മികവാണ്. എല്ലാ വിജയാശംസകളും 5ാം വാർഡുകാരിയായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. എന്താണ് പഞ്ചായത്ത് 4ാം വാർഡ് പേര്? ഇനി എങ്ങനെ നോക്കുകയാണ് വിജയത്തെ? ഇനി എന്താണ് ഒരു ഇപ്പം ഈ ഒരു നല്ലൊരു വിജയമുണ്ടോ? അപ്പൊ അതിനെ എങ്ങനെ നോക്കുകയാണ്? എതിരാളി എന്ന് പറയുന്ന 15 വർഷത്തെ എക്സ്പീരിയൻസുമായിട്ടാണ് എതിരാളി ആദ്യമൊക്കെ പല കുപ്രചാരണങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ സമ്മതം എല്ലാം അറിയത്തില്ല. ഞാൻ അതിജീവിച്ചാണ് 76 വോട്ട് ഭൂരിപക്ഷമായി ഞാൻ വിജയിച്ചത്. ഏഴിന്റെ 2ാമത്തെ ബൂത്ത് എണ്ണുന്നു. ഏജന്റുമാർ ആളുകളിൽ പ്രവേശിക്കും. ഗ്രാമപഞ്ചായത്ത് ടേബിൾ 3 വാർഡ് 9, ടേബിൾ 4 വാർഡ് 10, ടേബിൾ 5 കൊത്തനാട് പഞ്ചായത്ത്. വിജയം നല്ല വിജയം. ഭൂരിപക്ഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടും. ജനങ്ങളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അത് ഞാൻ കാത്തു സൂക്ഷിക്കും. ഇനിയും പഞ്ചായത്തില് അഴിമതിരഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ എന്റെയും കൂടി സംഭാവന ഉണ്ടാവും. സാറേ, ഇതൊരു തുടർഭരണമാണല്ലോ ആനിക്കാട് പഞ്ചായത്തിൽ. ആനിക്കാട് പഞ്ചായത്ത് തുടർഭരണമാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് സാർ നോക്കുകയാണെന്ന്? ആനിക്കാട്ടിലെ തുടർഭരണം കാലത്ത് എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പഴുതടച്ച് തുടർഭരണമായിട്ട് മുന്നോട്ട്. കല്ലുംപാറ പഞ്ചായത്തിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത് 2ാം വാർഡ്. പേര്? ആദ്യത്തെ മത്സരമാണ്. എത്ര വോട്ടിന്? 17 വോട്ടിന്. എങ്ങനെയുണ്ടായിരുന്നു? വിജയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്. ഞങ്ങളുടെ വാർഡിൽ നല്ലൊരു ജയിപ്പിച്ചെടുത്തു. അത് ഞങ്ങൾക്ക് നല്ലൊരു വിജയമായിരുന്നു. എൻ്റെ പേര് ശരണ്യ. ഏത് ഗ്രാമപഞ്ചായത്ത്? ഞങ്ങൾ കോട്ടാങ്ങൽ പഞ്ചായത്ത് 2ാം വാർഡ്. ഇനി അങ്ങോട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാ കഴിയും ഇതെല്ലാം ഞാൻ ചെയ്യും. കന്യാംഗം. അപ്പൊ എന്താ ഇനി കാണുന്നത്? ഒരു പ്രതീക്ഷയോടെ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് എന്തൊക്കെയാണ് മനസ്സിലുള്ളത്? ഞാൻ കഴിയും ഇത് എന്റെ വാർഡിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ചെയ്യും. രാഷ്ട്രീയ വിജയമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. പഞ്ചായത്ത് പറഞ്ഞ് ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് 3 ദേവദാസ് മണ്ണൂരാൻ. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്? 67 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. 25 വർഷത്തെ LDFന്റെ കുത്തക
ആ വാർഡിലെ കുത്തക അവസാനിപ്പിച്ചാണ് UDF മുന്നേറിയത്. ഈ വിജയത്തെ എങ്ങനെ നോക്കാണെന്ന്? നല്ലതായിരുന്നു. UDFന്റെ മുന്നേറ്റം ജനങ്ങളുടെ ഇടയിൽ ആദ്യത്തെ പ്രാവശ്യമാണ്. ജാതി മത ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. വീട്ടിൽ